പൊന്മുടിപ്പുഴയുടെ അനുജത്തി. 3 ചായ ഇപ്പൊ തരാം. 1 മിനിറ്റ്. 3 വിത്തൗട്ട് മതി. ഇതാരാ പുതിയൊരാള്? കണ്ടിട്ടില്ലല്ലോ. ഇത് ക്യാപ്റ്റൻ കുമാർ. 40 വർഷമായി പട്ടാളത്തിലായിരുന്നു. അപ്പൊ ജനിച്ചപ്പോഴേ പട്ടാളത്തിലായിരുന്നു. ഇവിടുത്തെ ആസ്ഥാന കള്ളന. സൂക്ഷിച്ചോണം, കിടുങ്ങാമണി കാണത്തില്ല. പൂന്തേനരുവി നിന്റെ നമ്മുടെ പൊന്മുടിപ്പുഴയുടെ എല്ലാ കള്ളന്മാരും ഉണ്ടല്ലോ. പുതിയ കള്ളൻ. അതെ, ക്യാപ്റ്റൻ ഇവിടെ ആദ്യമായിട്ടായണ്ട. പത്രോസിന്റെ ചായ എന്ന് പറഞ്ഞാലേ ഒരു 1.5 ചായയാ. അതെ, പത്രോസിന്റെ ചായ എന്ന് പറഞ്ഞാലേ ലോക പ്രശസ്തമല്ലയോ. പത്രോസിന്റെ വീട്ടിലെ ചോരി പോയി നോക്കിയാ മതി, മൊത്തം സിനിമാ നടിമാരുടെ ഫോട്ടോസ് അല്ലയോ. അവരെല്ലാം ഇവിടെ വന്ന് ചായയും കുടിച്ച് ഫോട്ടോസ് എടുത്തിട്ടല്ലേ പോകത്തുള്ളു. ഭയങ്കരല്ലേ. നിങ്ങളെന്റെ വീട്ടിൽ പോയി നോക്കണം. എന്തോരം ആൾക്കാരൊപ്പുള്ള ഫോട്ടോ എന്റെ വീട്ടിൽ അറിയോ? ഒന്നും തൂക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരവസരം. പിന്നെ എന്നെ ചെമ്മീൻ സിനിമ വിളിച്ചല്ലേ രാമക്കരുട്ടി സാറ്. ചായക്കടക്കാരന്റെ വേഷമായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച്. ആര്? അവര് ഉണപ്പിക്കല്ലേ, ഇറങ്ങിപ്പോ. ചായ മൂഞ്ചും, പൈസ തരത്തില്ല. അമ്മയാണ് അച്ഛനെ തപ്പി നടക്കുന്നു. മാറി. പത്രോസേ, ഇന്ന് സൗദാമിനി സുഖീനിട്ടില്ലോടാ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം. എന്റെ പൊന്നു പത്രോസേ, അരമണിക്കൂറായില്ലേ ഒരു കട്ടൻ ചായ ചോദിച്ചിട്ട്? വല്ലതും നടക്കൂ? എന്താ പത്രോസേ ഇത്ര താമസം? ഇയാടെ ഒരു ഊത്ത ചായ കുടിക്കാൻ നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും വാ. എന്റെ പൊന്നു ക്യാപ്റ്റാ, അങ്ങനെ പറയരുത്. പത്രോസിന്റെ ഒരു ചായ കുടിച്ചിട്ടാ ഞങ്ങളെല്ലാം ഒരു ദിവസം തുടങ്ങുന്നത്. പണ്ടേ മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയതാ. പത്രോസിന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചതാ. എന്തോരം കൈപുണ്യമാണ്. പത്രോസേ, പെണ്ണുമ്പിള്ള കപ്പ് കൊണ്ടൊന്നില്ലയോ? പത്രോസേ, ഒരു ചായ തന്നായിരുന്നെങ്കിൽ എനിക്ക് ഇന്റർവ്യൂവിന് പോയായിരുന്നു. എന്റെ കുഞ്ഞിൽ വരുന്നു. ഇങ്ങോട്ട് വാടി. പിന്നെ ഞാൻ ഇത് കണ്ട ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, കടയിലുള്ള കപ്പെടുത്തോണ്ട് പറമ്പി പോരുതെന്ന്. അവിടെ 100 മാന്യന്മാര് വന്നിരിക്കും. നിനക്ക് നാണം ഉണ്ടാടി. പഞ്ചായത്ത് ഒരു കക്കൂസ് കൊടുത്തു, അവളെ പോത്തില്ല. അവക്ക് കാറ്റും കൊണ്ട് പോണം. കൊല്ലും ഞാൻ. കേട്ടോടി, ഇതെന്തല്ല കപ്പ. ദൈവമേ, എന്റെ അപ്പനപ്പൂപ്പന്മാര് നൽകി ചായക്കപ്പ ഇത്. ഈ കപ്പ് കൊണ്ടു ഇവിടെ ഈ പരിവാക്കി. ദൈവമേ, എത്ര മാന്യന്മാര് വന്നിരിക്കുന്നു ചായ കുടിക്കാൻ വേണ്ടി. നിന്നെ ഞാനിന്ന് കൊല്ലും ഞാൻ. നാളെ മുതൽ തിന്നുന്നുണ്ടെങ്കിൽ വീട്ടിലെ കക്കൂസ് കയറി പണി നടത്തിക്കോണം. എന്നെ നിനക്ക് അറിയത്തില്ല. എടി മൂതാവി, ഒരു ദിവസം 3 നേരം മോളിപ്പോ കപ്പും കൊണ്ട് അല്ലടി. നീ മനസ്സിലാക്കണം, ആ മാന്യമാരൊക്കെ രാവിലെ ഇത് കുടിച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു പോകാൻ വേണ്ടി അവർക്ക് വന്നിരിക്കുന്നത് കണ്ടടി. നിന്നെ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് നമസ്തിച്ചേ. അല്ല പിന്നെ വൃത്തി വേണ്ട. പത്രോസേ, നമ്മുടെ വായനശാലയിൽ നിന്ന് കമ്മിറ്റി ഉണ്ട്, വൈകിട്ടെത്തണം. പാടോ, എനിക്ക് ഈ കപ്പിലെ ചായ വേണം. ഒരു കാര്യമില്ലെന്നേ. നല്ല ചായ ആയിരുന്നു രാജാവിന്റെ കപ്പ. അതെ, ഈ ദരിദ്രവാസികൾക്കുള്ള കോഴിയും കൂടും ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അത് വന്ന് വാങ്ങിച്ചോണം. പ്രസിഡന്റ് നിന്റെ പെണ്ണുമ്പിള്ളക്ക് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഇന്നലെ കിട്ടുമോ പ്രസിഡന്റ്? പ്രസിഡന്റ് നോക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് കള്ളൻ. അല്ല, പ്രസിഡന്റ് ചായ എടുക്കാം. എനിക്കും വേണ്ട ചായ. രാജാവിന്റെ ചായ വേണ്ട, വലിയവനും വേണ്ടേ? അപ്പൊ ഇന്നത്തെ പുള്ളിയായ ഇഞ്ചി മുട്ടായി കൊണ്ടുപോയോ എന്തോ. എടാ കുഞ്ഞെ, രാജാവിന്റെ കാലത്ത് എന്റെ അപ്പനപ്പന്മാര് ചായ കുടിച്ച കപ്പ. ഇതിനകത്ത് ചായ കുടിക്കാൻ വേണ്ടി പുണ്യം ചെയ്യണം. പുണ്യം.
ഞാൻ കുടിക്കും എന്റെ ചായ, പത്രോസ് ചായ. മധുരത്തിലോ ഈ കപ്പിലെ എന്റെ പട്ടി ചായ കുടിക്കും. വരട്ടടി അങ്ങോട്ട്, വരട്ടെ. അയ്യോ ഇന്ന് മൂഞ്ചി. മിനിയേ, മിനിയേ, ഡി മിനിയേ. മിനിയല്ല സൗദാമിനി. പിന്നെ മിനിയേ, ഡി സൗദാമിനിയേ. ഓ വരുവാന്നേ, മനോഹരനാണല്ലയോ? തോന്നുന്നു. വരുവോ? പോയി വണ്ടിക്കകത്തിരിക്കടാ. ഇയാളൊരു വലിയ സഹായി. പത്രോസേ, അങ്ങനെ പറയാതിരുന്നാ മതി. ആ പൊളുത്തും. ഓ എന്റെ സൗദാമിനി. അയ്യോ ഇതാരാ? മനോഹരനുണ്ടല്ലോ. ഞാൻ കമ്മറ്റിക്ക് വരാൻ ഒരുങ്ങിയായിരുന്നു. കേറി ഇരുന്നാട്ടെ. വേഗം ഒന്ന് ഒരുങ്ങിയിരുന്നേലേ നമുക്ക് കാറയിൽ ഒരുമിച്ചങ്ങ് പോവായിരുന്നു. ഒന്നും പോവണ്ട, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. ഓ പിന്നെ ഇതിൽ കൂടുതൽ എടാ, എന്താ പോടാ, പറയാ? പോയി വണ്ടി കയറിയില്ലടാ. ഒലിപ്പിച്ചോണ്ടാവും വന്നിരിക്കുന്നു. ആ ഓ പിന്നെ ശരി, ഇവളെന്നെ അകത്ത് കയറ്റും. ആ, ഇത് പത്രോസിന് പണിയാ. അയ്യോ അങ്ങേര് ഇതുവരെ വരുന്നുണ്ട്. കഴിഞ്ഞു. ആ എന്നാ പിന്നെ വരാം. ഇതാ പ്രസിഡന്റോ? പ്രസിഡന്റ് ആള് കുമ്പിടിയാണല്ലോ. ഷർട്ട് മാറി അവിടെയും കണ്ട് ഇവിടെയും കണ്ട്. ഞാനേ കണ്ടുള്ളൂ. പോടാ. ദാ, അല്ല വന്ന കാര്യം പറഞ്ഞില്ല. അതെ രണ്ടുപേരും കൂടെ അങ്ങ് വരണം. ആ. കോഴിക്കോടുണ്ടേ. ഉവ്വ ഉവ്വ ഉവ്വ. കോഴി ഉള്ളോണ്ടാ ഞാൻ ഓടിങ്ങ് വന്നേ. അതെന്നെ ഉദ്ദേശിച്ചായിരിക്കും. ഓടാ മരപ്പെട്ടി. കേട്ടോ. സൗദാമിനെ, സൗദാമിനെ, എന്താ? സൗദാമിനെ. നിങ്ങളെന്താ താമസിച്ചേ? നീ എന്താ ഒരുങ്ങാൻ താമസിച്ച? ഡി ആ വേട്ടാവള് ചെപ്പോ വന്നടി. പ്രസിഡന്റോ? ആ പാവോ മുറ്റത്ത് വന്ന് നിന്നതേ ഉള്ളു. അയ്യോ മുറ്റം നിർത്ത അവൻ അകത്ത് കയറ്റി എന്താടി ഊട്ടിക്കാൻ ഞാൻ. അയ്യോ അവളങ്ങ് ഒണുങ്ങിയ. ഡി ആരെ കാണിക്കനാടി നീ ഒഴുങ്ങുന്നേ? എടി 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 ഒരുങ്ങി കെട്ടിപ്പോ നീ ലുലിമണി പോവാടി. ഡി ഇങ്ങോട്ട് നോക്കടി. എടി ഇങ്ങോട്ട് നോക്കടി. നിന്റെ വാഴുന്ന പഴമാടി. ഇവിടെ നിന്ന് ചവിട്ട് കൂട്ടിക്കള ഞാൻ. എടി പഞ്ചായത്തിലുള്ളവരെ കാണുമ്പോൾ മാത്രം നിനക്കെന്തരി ഒരു ഇളക്കം? എന്താടി ഇളക്കം? നിങ്ങളുടെ മണ്ടയെ തല്ലി പൊട്ടിക്കും. ആ. വേണ്ട മോളു വേണ്ട. വായനശാലപ്പുണ്ട് നമുക്ക്. കൈവിടെ മോളു. ചേട്ടന് ഉടുപ്പിടണോ ഷർട്ട് ഇടണോ? പിന്നെ ചേട്ടന് ചക്കരമുത്തിന് അല്പം ലിസ്റ്റ് കിട്ടട്ടെ. ആ ആ വേണ്ട വേണ്ട വരൂ. പാലാണ് തേനാണ് കൽവി. നമസ്കാരം. സാറേ ഇത് മാളിയേക്കൽ ബ്ലേഡ് കമ്പനിയുടെ ആളാ. ബ്ലേഡ് അല്ല സാറേ, ഫിനാൻസ് കമ്പനിയാ. എന്താ പരാതി? അത് സാറേ ഇവരെ കിണ്ടി സഹിതാരൻ്റെ അടിച്ചോണ്ട് പോയി. എന്ത് കിണ്ടിയോ? അയ്യോ കിണ്ടിയല്ല സാറേ, സേഫോടെ അടിച്ചോണ്ട് പോയി. ഈ നാട്ടിലെ മുഴുവൻ പണയപണ്ടങ്ങളും അതിലായിരുന്നു സാറേ. ഇതിനൊന്നും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണോ വെച്ചിരിക്കുന്നത്? അവിടെ CCTV വെച്ചിട്ടില്ലേ? എന്റെ പൊന്ന് സാറേ, അത് ആദ്യം തന്നെ അടിച്ചോണ്ട് പോയി. അപ്പൊ പിന്നെ എന്തോ ചെയ്യാനാ സാറേ? മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്. അതാ ഇപ്പൊ കൊണ്ടുപോയത്. ഉം. എന്റെ പൊന്ന് സാറേ, എങ്ങനെങ്കിലും അതൊന്ന് കണ്ടുപിടിച്ച് തരണം. ഉം. ഇത് വേറെ ആരും ആയിരിക്കില്ല സാറേ. ആ പെരുങ്കള്ള സത്യൻ, അവനേ ഇത് കൊണ്ടുപോകുള്ളൂ. അതായിരിക്കും സാറേ. ഈ കള്ളന്മാരുടെ മുതൽ പെരുങ്കള്ളന്മാരെ കൊണ്ടുപോത്തു. ഉം. സത്യമുള്ള ആളെന്നാ സാറേ സത്യം. ഉം. കണ്ടോ ഈ കണ്ട പോലീസുകാർ മൊത്തം അവന്റെ ഭാഗത്താ. ആ നിങ്ങൾ സാറിന്റെ കൂടെ ചെല്ല്. ഇവരുടെ കയ്യിൽ നിന്നും ആ പരാതി എഴുതി വാങ്ങ്. നമുക്ക് പൂട്ടാം കേട്ടോ. ഓക്കെ ശരി മാഡം. പൂട്ടും.
എന്റെ പൊന്നു മഞ്ജു, ആരാ ഈ സത്യൻ? ഈ ആഴ്ചയിലെ 7ാമത്തെ കേസായത്. നല്ലൊരു മനുഷ്യനാ സാറേ, പഞ്ചപാവമാ. ശ്ശോ. ഒരു കള്ളന് ഇങ്ങനെ ആരാധകരുള്ള പോലീസ് സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. സത്യമാ സാറേ. സാറിനറിയുവോ, ഒരു ടച്ച് ഫോൺ ഇല്ലാതിരുന്ന എനിക്ക് ഒരു ടച്ച് ഫോൺ കൊറിയർ വഴി അയച്ചു തന്ന മനുഷ്യനാ ഈ സത്യൻ ചേട്ടൻ. എന്റെ പൊന്നാ സത്യൻ ചേട്ടൻ. മഞ്ജുവിനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പൊയ്ക്കോ, ചെല്ല്. അയ്യോ, അയ്യോ എന്റെ ദൈവമേ. അയ്യോ എന്റെ പൊന്നു സാറേ, ഇനി എനിക്ക് ഓടാൻ വയ്യ. ആ പെണ്ണുപിള്ള പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. ഇനി എനിക്ക് ഓടാൻ വയ്യ. എനിക്ക് വയ്യ. ഞാൻ പട്ടാളത്തിന് പോവാ. അയ്യോ. ഓ ഓയ്. പരമനാറി, നിനക്ക് ഞങ്ങളെ ഓടിച്ചു മതിയായില്ലോടാ തെണ്ടി. എടാ ഒന്നു വാടാ. എന്തിനാ? ആ പെണ്ണുമ്പിള്ളയുടെ ഭ്രാന്ത് മാറ്റാനല്ലയോ? ഞാനില്ല. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി പോകുമടാ, അതുകൊണ്ടാടാ. നിങ്ങൾക്ക് എന്തിനാ ഈ പന്ന ജോലി? നിങ്ങൾ എന്നോട് വാ, ഞാൻ നല്ല സൂപ്പർ ജോലി തരാം. എടാ സാറ് പാവാടാ, തിറ്റ ഒന്നും ചെയ്യത്തില്ലടാ. ഉള്ളതാ. എന്നാലും എടാ, മഞ്ജു പോലീസ് നിനക്ക് ഉണ്ണിയപ്പം കൊണ്ടുപോയി. എനിക്ക് ആ അപ്പം ഞാൻ വീട്ടിൽ പോയി കഴിച്ചോ. ഒന്നു വാടാ സത്യ, നിനക്കൊന്നും പറ്റാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിട്ടോളാം. സത്യം. എനിക്കിനി തിരിച്ചു താഴോട്ട് ഇടാൻ വയ്യ. ഒരു കാര്യം ചെയ്, അപ്പുറത്തൂടെ വാ, എന്നെ കൊണ്ടുപോകൂ. വാ വാ വാ, വാടാ കള്ള. ഓടി വാ. തെണ്ടി പെൻഷൻ ആയടാ. എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കാടാ. ഒന്നിറങ്ങി വാടാ. മണ്ടന്മാർ. നമസ്കാരം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വായനശാലയിൽ ആദ്യം പറയാൻ പഠിച്ചിട്ട് വാ. ഇരിക്കണം അവിടെ. എന്റെ ലൈറ്റ് ഇതുവരെ കത്തായിരുന്നിട്ടില്ല. കത്തിക്കാടി. നിന്നെ എന്തിനാണ് സത്യ പോലീസ് ഓടിക്കുന്നേ? അറിയിക്കാൻ 2 തേങ്ങ ഇട്ടതിനാ പ്രസിഡന്റ്. സ്വാഭാവികം. സാറേ 2 തേങ്ങയല്ലേ മോഷ്ടിച്ചുള്ളൂ, അതിലും വലിയ കള്ളന്മാരായി. അമ്മാ, കണ്ടിട്ടുണ്ടോടാ? ഞാൻ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പോവാ. നാളെ രാവിലെ പ്രസിഡന്റ് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നേക്കണം. ആരെയാ ഉദ്ദേശിക്കുന്നത്? ആ കള്ളൻ സത്യന് ആണെങ്കിൽ അവൻ ഇവിടുത്തെ പോലീസുകാരെയാണ് ഓടിക്കുന്നത്. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. അതിനെല്ലാം വ്യക്തമായ തെളിവുകളുമുണ്ട്. അവൻ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ എല്ലിടിച്ച് ഞാൻ വെള്ളമാക്കും. വെക്കണം സാറേ. അല്ലെങ്കിൽ പോരുത്. ഇനി ഓടിയാ നിന്നെ വെടിവെച്ച് താഴെയിടും. അയ്യോ, വെടിവെക്കല്ലേ സാറേ. ആരാട്ടോടെ ഭാര്യമാരും വേറെ പിള്ളേരുള്ളതാണേ. വെടിയാരാക്കല്ലേ സാറേ, പ്ലീസ്. സാറേ ഒരു സംശയം. ഈ ലാത്തി കൊണ്ട് വെടിവെച്ചാ ചാവൂ?